ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുത്തുമോ, ഞാൻ തെറ്റുകൾ വരുത്തിയാൽ എന്നെ ആളുകൾ കളിയാക്കി ചിരിക്കുമോ, എന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുമോ, ആ ഒരു പേടി. നിങ്ങൾക്ക് എന്തായാലും ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്ന്. പക്ഷെ ആഗ്രഹത്തിനേക്കാളും വലുതാണ് മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നുള്ള പേടിയെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. പ്രോപ്പർ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ റാൻഡം ആളുകളുടെ അടുത്ത് വെറുതെ ചെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പേടിയുണ്ടായിരിക്കും, അവർ നമ്മളെ കളിയാക്കോ നമ്മളെ കുറ്റപ്പെടുത്തോ എന്നുള്ളത്. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോട് സംസാരിക്കുക. എല്ലാം കൂടി ആദ്യമേ വേണം, അത് നടക്കില്ല. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ വൺ നൈറ്റ്. അതായത് ഒരു രാത്രി കൊണ്ടല്ല റോമൻ സാമ്രാജ്യം ഉണ്ടാക്കിയത്. കോൺവെർസേഷൻ തന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങുക. വൈ ഡിഡ്ന്റ് ഹി കോൾ മീ, ഐ ടോൾഡ് ഹിം ടു കോൾ മീ, വൈ ഹാസൻ ഹി കോൾ മീ യെറ്റ്. അങ്ങനെ സെന്റൻസസ്, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇംഗ്ലീഷിലാക്കാം. ഒരു 15 മിനിറ്റ്സ്. ഒരാൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ കോഡ് എന്തായിരുന്നു, ടെക്നിക്ക് എന്തായിരുന്നു, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടും? ഒബ്വിയസ്ലി കിട്ടില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ പേടിച്ചു പോകും, നമ്മൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് ഗോ വാച്ച് മൂവീസ്. അല്ലാതെ ഇംഗ്ലീഷ് കാണാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് സിനിമ കാണാതിരിക്കാം. Come on, you are not a human computer. You are a basic human being. Why do Malayalis find it difficult to speak in English? എന്തുകൊണ്ട് മലയാളികൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് തോന്നുന്നു? There are a lot of problems that we face. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഓർ ഫിയർ ഓഫ് ബീങ് ലാഫ്ഡ് അറ്റ്. അതായത് ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുത്തുമോ, ഞാൻ തെറ്റുകൾ വരുത്തിയാൽ എന്നെ ആളുകൾ കളിയാക്കി ചിരിക്കുമോ, എന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുമോ, ആ ഒരു പേടി. ദ പ്രോബ്ലം വിത്ത് ദിസ് ഫിയർ ഇസ്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇമ്പ്രൂവ് ചെയ്യണം ഇംഗ്ലീഷ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്ന്. പക്ഷെ ആഗ്രഹത്തിനേക്കാളും വലുതാണ് മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നുള്ള പേടിയെങ്കിൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. സെക്കൻഡ് വൺ ഇസ് ട്രാൻസ്ലേഷൻ ഹാബിറ്റ്. അതായത് ഇംഗ്ലീഷിൽ ഡയറക്റ്റായിട്ട് സംസാരിക്കാതെ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ച് നമ്മൾ ശീലിച്ചു പോയി, ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിച്ച് ശീലിച്ചു പോയി. ഒരാളൊരു കാര്യം ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരാളോട് ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പം നമ്മൾ ആദ്യം അത് മലയാളത്തിൽ ചിന്തിക്കുന്നു, എന്നിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആ ഒരു സമയമില്ലാത്തതുകൊണ്ട്, ആ ടെൻഷൻ കാരണം നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നു. അതാണ് സെക്കൻഡ് പ്രോബ്ലം. തേർഡ് പ്രോബ്ലം ഇസ് ഇൻസ്റ്റൻറ്റ് റിസൾട്ട്. ദാറ്റ് ഒബ്സഷൻ ഓവർ ഇൻസ്റ്റൻറ്റ് റിസൾട്ട്സ്. പെട്ടെന്ന് പഠിക്കണം, 2 ദിവസം കൊണ്ട് പഠിക്കണം, 3 ദിവസം കൊണ്ട് പഠിക്കണം, ഒരു ദിവസം കൊണ്ട് പഠിക്കണം, അരമണിക്കൂർ കൊണ്ട് പഠിക്കണം, 10 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം. ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ റോട്ട് കാരണമുള്ള ആ ഒരു ആർത്തി, അതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം, നോ പ്രോപ്പർ ലേണിംഗ് മെത്തേഡ്സ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ സിനിമകൾ കാണുന്നു ഇംഗ്ലീഷിൽ, കുറേ അത് ചെയ്യുന്നു, കുറേ എഴുതുന്നു, കുറേ വായിക്കുന്നു, ഡിക്ഷണറി എടുത്ത് തുറന്നു വെച്ച് ഒരു 500 വാക്കുകൾ ഒരു ദിവസം പഠിക്കുന്നു, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. സോ നോ പ്രോപ്പർ ലേണിംഗ് മെത്തേഡ്. വി ഡോണ്ട് ഹാവ് സഫിഷ്യൻറ്റ് സ്പീക്കിംഗ് എൻവയൺമെൻറ്റ്. അതായത് ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കാനുള്ളൊരു ഒരു സമയം, അല്ലെങ്കിൽ സമയമല്ല, ഒരു സ്പേസ് നമുക്കില്ല. അതാണ് കറക്റ്റ് വേർഡ്. ഒരു സ്പേസ് ഇല്ല നമുക്ക്. എവിടെ ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കണം, ആരോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കണം, ആ ഒരു സ്പേസ് ഇല്ല. എങ്ങനെ ആരോട് എവിടെ സംസാരിക്കണം എന്നൊരു ഐഡിയ ഇല്ല. ഇതൊക്കെയാണ് പ്രോബ്ലംസ്. സോ പ്രോബ്ലംസ് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി ടു പോയിന്റ് ഫിംഗേഴ്സ് അറ്റ് യു ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ പ്രോബ്ലംസ്. ബട്ട് വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ എന്താണ്? സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പ്രോബ്ലം, വിച്ച് ഇസ് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഓർ ഫിയർ ഓഫ് ബീങ് ലാഫ്ഡ് അറ്റ്. അതായത് ആളുകൾ നമ്മളെ കളിയാക്കുമോ എന്നുള്ള പേടി. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തിനേക്കാളും വലിയൊരു പേടിയായിട്ട് അതൊരു ഭൂതത്തിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഫസ്റ്റ് തിങ് ഈസ്, നമുക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ആ പേടി. അത്യാവശ്യം ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ആ ഒരു പേടി ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമേ ഉണ്ടാവുള്ളൂ. സോ ആ പേടി വരാനുള്ള കാരണം എന്താണ്? നമുക്ക് ബേസിക് നോളജ് ഇല്ല ഇംഗ്ലീഷിനെ പറ്റിയിട്ട്. കാരണം എന്താ? നമുക്ക് ഓൾറെഡി നമുക്കൊരു നെഗറ്റീവ് തന്നിരിക്കുകയാണ്, ഇംഗ്ലീഷിൽ നിങ്ങൾ ഗ്രാമർ പഠിക്കരുത്, ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കില്ല എന്നൊക്കെ മണ്ടത്തരങ്ങൾ ഒത്തിരി ഇൻ്റർനെറ്റിൽ സ്പ്യൂ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ആ പേടി മാറണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് നോളജ് വേണം. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു കത്തിയെടുത്ത് സവാള അരിയാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തീരെ കത്തി ഉപയോഗിച്ച് ശീലമില്ല, സവാള അരിഞ്ഞ് ശീലമില്ലാത്ത ഒരാൾ മുറിക്കുമ്പം ഇങ്ങനെ നമ്മൾ പേടിച്ചാണ് മുറിക്കുന്നത്. കാരണം കത്തിയാണ് കയ്യിലുള്ളത്, മൂർച്ചയാണ്, കൈ മുറിയും. പക്ഷെ അത്യാവശ്യം ഡെയിലി അടുക്കളയിൽ പെരുമാറുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് സവാള മുറിക്കും.
അതിൻ്റെ എന്താ പ്രാക്ടീസ്, ശീലം, നോളജ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് അറിയാം. നമ്മൾ അറിയാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മാത്രമല്ല, ബേസിക്കായിട്ട് ഒരു കയറെടുത്ത് നമ്മൾ കെട്ടുവാണെങ്കിൽ പോലും നമ്മൾ ഫംബിൾ ചെയ്യും, നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ബേസിക് നോളജ് ഇല്ല. സോ ആദ്യം നമ്മൾ വരുത്തേണ്ട എന്താ, ഒരു ബേസിക് നോളജ്. ഗ്രാമറിൽ ഒരു ബേസിക് നോളജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗ്രാമർ പഠിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി വെരി ഈസി. പ്രോപ്പറായിട്ടൊരു ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പഠിക്കും ഗ്രാമർ. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്. കാരണം ഞാനൊരു മലയാളിയാണ്, ഞാൻ പുറത്തൊന്നുമല്ല പോയി പഠിച്ചത്. ഞാൻ വളർന്നതൊരു വളരെ വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് അങ്ങനെ ഭയങ്കര ഹൈ പവർ ഇൻ്റലിജൻസോ ഭയങ്കര ഐക്യോ ഒന്നുമില്ല. ഐ എം എ വെരി നോർമൽ, യു കുഡ് സേ ദാറ്റ് ഐ എം എ ബിലോ ആവറേജ് പേഴ്സൺ. എനിക്ക് ഭയങ്കര അല്ലാത്ത ടാലൻസോ കഴിവുകളോ ഒന്നും ഉള്ള വ്യക്തിയല്ല ഞാൻ. അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ബേസിക് ഗ്രാമർ പഠിക്കുക. അതിപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരിക്കും ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന്, പല പരസ്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ജസ്റ്റ് പ്ലീസ്, നിങ്ങൾക്ക് ബേസിക് ഗ്രാമർ അറിയില്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം ഷട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ പലതും അവർ ബിസിനസ്സിന് വേണ്ടി പറയും. പ്ലീസ് ഡോണ്ട് ലിസൺ ടു ദാറ്റ്. ബേസിക് ഗ്രാമർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് തന്നെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കാനല്ല ഞാനിത് പറയുന്നത്. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. ബേസിക് ഗ്രാമറിൻ്റെ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാനൽസിലായാലും ഡിപ്പെൻഡ് ചെയ്ത് ബേസിക് ഗ്രാമറിൽ ഒരു സ്ട്രക്ചറും ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. എങ്ങനെ ഒരു ബേസിക് സെൻറ്റൻസ് ഉണ്ടാക്കണം, ആവശ്യമുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. അതാണ് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സിൻ്റെ നമുക്ക് ഒരു സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം എല്ലാവരുടെ അടുത്തും പോയി ആദ്യമേ സംസാരിച്ച് തുടങ്ങാതിരിക്കുക. അതാണ് നമ്മൾ മേക്ക് ചെയ്യുന്ന അടുത്ത മിസ്റ്റേക്ക്. നമ്മുടെ ലൈഫിൽ പല ആളുകളുണ്ടായിരിക്കും. അതിൽ ചില ആളുകൾ നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും. അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കിയാലും നമ്മൾ അത്ര എഫക്റ്റ് തോന്നത്തില്ല. കാരണം വി നോ ദാറ്റ് ദേ ലവ് അസ്. അത് നമ്മുടെ ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം, നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം, ബോയ് ഫ്രണ്ട് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, ഗേൾ ഫ്രണ്ട് ആകാം, ഹസ്ബൻഡ് ആകാം, ആരുമാകാം, കുട്ടികളാകാം. സോ അവർ നമ്മളെ കളിയാക്കിയാലും നമുക്കങ്ങനെ ബാഡ് അടിക്കത്തില്ല. ബിക്കോസ് വി നോ ദാറ്റ് അതൊരു ഔട്ട് ഓഫ് ലവ് ആണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ അവർ നമ്മളെ കളിയാക്കത്തേ ഇല്ല, ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അങ്ങനെ ഒരാളുടെ അടുത്ത് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ, നിങ്ങൾ റാൻഡം ആളുകളുടെ അടുത്ത് വെറുതെ ചെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പേടിയുണ്ടായിരിക്കും, അവർ നമ്മളെ കളിയാക്കോ നമ്മളെ കുറ്റപ്പെടുത്തോ എന്നുള്ളത്. നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോട് സംസാരിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നല്ലൊരു തലവേദന വരുന്നു. നമ്മൾ റാൻഡായിട്ട് ആളുകളുടെ അടുത്ത് പോയിട്ട് എനിക്ക് തലവേദനിക്കുന്നു 2-3 ദിവസമായിട്ട് തുടങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മളൊരു റാൻഡമായിട്ട് ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുക, അത് നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറയും. പക്ഷേ അതേസമയം നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ആ സീരിയസ്നെസ്സിൽ അത് എടുക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. സോ ബേസിക്കലി നിങ്ങൾ ബാക്കിയുള്ള വെറുതെ റാൻഡമായിട്ട് ആളുകളോട് പോയി സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോട് പോയി സംസാരിക്കുക. സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ആരെങ്കിലുമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മളിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഓൾറെഡി മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പോയി ഇംഗ്ലീഷ് നമ്മുടെ അത്രയും മാത്രം അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും അറിയുന്നത് കുറവാണ്, അങ്ങനെ ഒരാളുടെ അടുത്താണ് പോയി സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അവർ നമ്മളോട് തിരിച്ച് പറയുന്ന മിസ്റ്റേക്സ് നമ്മൾ പഠിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഐ വുഡ് സജസ്റ്റ് ഒരു പ്രോപ്പർ ടീച്ചർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അവരിൽ നിങ്ങൾ റിലേ ചെയ്യുക. അവരെ ആശ്രയിച്ചൊന്ന് സംസാരിക്കാൻ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു ബേസിക് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചുറ്റുപാടുള്ളവരോട് സംസാരിച്ചോളൂ. ആദ്യമേ ആ ഒരു ആർത്തിയാണ്, പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് പഠിക്കാനായിട്ട് 10 പേരോട് പോയി ഇംഗ്ലീഷ് സംസാരിക്കാം. ദാറ്റ് വോണ്ട് ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ്. അത് മണ്ടത്തരമാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്മോൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. എല്ലാം കൂടി ആദ്യമേ വേണം, നടക്കില്ല. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ 1 നൈറ്റ്. അതായത് ഒരു രാത്രി കൊണ്ടല്ല റോമൻ സാമ്രാജ്യം ഉണ്ടാക്കിയത്. സോ അതേപോലെ ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. സ്മോൾ സ്റ്റെപ്സ് എടുക്കുക. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ക്ലോസ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുക, ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക. അതിനുശേഷം മാത്രം ക്രൗഡ്സിനോട് സംസാരിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ റാൻഡം ആളുകളോട് സംസാരിച്ച് തുടങ്ങുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇംപ്രൂവ്. നിങ്ങൾക്ക് ആ ഇംപ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും വിത്തിൻ ഫ്യൂ വീക്സ്. അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു? ട്രാൻസ്ലേഷൻ ഹാബിറ്റ്. എന്താണ് ഈ ട്രാൻസ്ലേഷൻ ഹാബിറ്റ്? നമുക്ക് പണ്ട് തൊട്ടേ നമ്മുടെ ശീലം മലയാളത്തിൽ ഒരു കാര്യം ചിന്തിച്ച് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാം. സോ അപ്പോൾ വരുന്ന പ്രശ്നം എന്താണ്? പെട്ടെന്ന് ഒരാൾ നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വരുന്നു. അവിടെയാണ് നിങ്ങൾ ഈ കുറുക്ക് വഴികൾ, കോഡുകൾ, ടെക്നിക്കുകൾ ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരാൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ കോഡ് എന്തായിരുന്നു, ടെക്നിക്ക് എന്തായിരുന്നു, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ അത് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ? ഒബ്വിയസ്ലി കിട്ടില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, നമ്മൾ പേടിച്ചു പോകും, നമ്മൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. സോ എന്താണ് അതിനൊരു സൊല്യൂഷൻ? എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പഠിക്കാം.
അതിന് ഞാനൊരു പ്രോപ്പർ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോ. ഐ കൻ സേ ദാറ്റ് വിത്തിൻ 3 months നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ഞാൻ പറയുന്നത് പോലെ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും. സോ ദ ഫസ്റ്റ് തിങ് ഈസ്, നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ട് ഇംഗ്ലീഷിൽ ചെറിയ ചെറിയ വാക്കുകൾ ഒരു 15 മിനിറ്റ് ഫ്രീ ആവുന്ന ഒരു 4 തവണയെങ്കിലും ഒരു ദിവസം 15 മിനിറ്റ് ടൈം എടുത്ത് വാക്കുകൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാം. ഇപ്പം ഞാനിപ്പം ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ ഉറക്കെ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കാം. എന്തൊക്കെയാണ് എനിക്ക് എൻ്റെ ചുറ്റും കാണാൻ പറ്റുന്നത് അതൊക്കെ ഇംഗ്ലീഷിൽ പറയാം. ബോർഡ്, ക്യാമറ പേഴ്സൺ, ബ്ലൂ ഷർട്ട്, വൈറ്റ് ചെക്ക് ഷർട്ട്, മൈക്ക്, ഡോർ, ബാത്റൂം, ചെയർസ്, പ്ലാന്റ്, ലൈറ്റ്, ലാപ്ടോപ്പ്, ബുക്ക്, പെൻ. കണ്ടോ, കുറേ കാര്യങ്ങളുണ്ട്. വേറെ വേർബ്സ് പറയുകയാണെങ്കിൽ സിറ്റ്, റൺ, വാച്ച്, തിങ്ക്, സ്പീക്ക്, റൈറ്റ്, അങ്ങനത്തെ വേർബ്സ്. സോ എന്തൊക്കെയാണോ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് അതെല്ലാം ഇംഗ്ലീഷിലൊന്ന് ചിന്തിക്കാം. സോ 15 മിനിറ്റ്സ് ചിലപ്പോൾ നിങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ചിന്തിക്കുകയേ ചെയ്യരുത്, ഇംഗ്ലീഷിൽ ചിന്തിക്കുക. വാക്കുകൾ മാത്രം ചിന്തിക്കാം. ഓക്കെ, ഫോഴ്സ് യുവർ സെൽഫ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. വാക്കുകൾ വരത്തില്ല, പക്ഷെ ഫോഴ്സ് ചെയ്യാം. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഇടിക്കുക എടുത്തിട്ട്, അപ്പം വാക്കുകൾ വരും. അങ്ങനെ ചിന്തിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈശ്വര എനിക്ക് ഇംഗ്ലീഷിൽ വാക്കുകളൊന്നും ഓർമ്മയില്ല, അങ്ങനെ ചിന്തിക്കരുത്. അപ്പം വാക്കുകളൊന്നും ഓർമ്മയില്ല, ഡോണ്ട് റിമെമ്പർ, അല്ലെങ്കിൽ ഐ ഡോണ്ട് റിമെമ്പർ, ഫോർഗെറ്റ്, വേർഡ്സ്, ഇംഗ്ലീഷ്, അങ്ങനെ ചിന്തിക്കുക. ഫോഴ്സ് യുവർ സെൽഫ്. നിങ്ങൾ എഫേർട്ട് ഇടാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഫോഴ്സ് യുവർ സെൽഫ് ടു തിങ്ക് വേർഡ്സ്. അങ്ങനെ ഫോഴ്സ് ചെയ്യുക. ഡെയിലി ഒരു 4 തവണ 15 മിനിറ്റ്സ് മാറ്റി. ഉറങ്ങുന്നതിന് മുന്നേ ആകാം, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകാം, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം, വെറുതെ റീൽസ് കണ്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാകാം ഒക്കെ നിങ്ങൾ ഈ 15 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യുക. 15 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് മാറ്റി വെച്ച് കമ്പൽസറി ആയിട്ട് എല്ലാ ദിവസവും ഒരു 10 ദിവസത്തേക്ക് നിങ്ങളിത് ചെയ്യാം. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞു, 11ാമത്തെ ദിവസം തൊട്ട് ഇതെവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 11ാമത്തെ ദിവസം തൊട്ട് വേർഡ്സ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് ഈറ്റിംഗ് ലഞ്ച്, ഷീ കെയിം ലേറ്റ്, ഹീ ഡിഡ് ഹർ വർക്ക്, അല്ലെങ്കിൽ രാഹുൽ ഈസ് ആബ്സെൻറ്റ് ടുഡേ. അങ്ങനത്തെ സെൻറ്റൻസസ്, ചെറിയ വലിയ സെൻറ്റൻസസ് അല്ല, ചെറിയ സെൻറ്റൻസസ് ഒരു നെക്സ്റ്റ് 10 days ഇതുപോലെ സെൻറ്റൻസസ്, വേർഡ്സ് അല്ല. സെൻറ്റൻസസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ചുറ്റും നോക്കിയാൽ കുറേ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും. ഒരു 15 മിനിറ്റ്സ് ആയിട്ട് 4 നേരം ദിവസവും ഇതിനു വേണ്ടി സമയം കണ്ടുപിടിച്ച് ചെയ്യുക. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അടുത്ത 10 ദിവസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫോർ ദ റെസ്റ്റ്, ആ 10 ദിവസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത 11ാമത്തെ ദിവസം തൊട്ട് കോൺവെർസേഷൻ തന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങുക. വൈ ഡിഡ്ന്റ് ഹി കോൾ മീ, ഐ ടോൾഡ് ഹിം ടു കോൾ മീ, വൈ ഹാസൻറ്റ് ഹി കോൾഡ് മീ യെറ്റ്. അങ്ങനെ സെൻറ്റൻസസ്, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇംഗ്ലീഷിലാക്കുക. ഒരു 15 മിനിറ്റ്സ്. നിങ്ങൾ എന്തായാലും, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കുരങ്ങനാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ബ്രെയിനിന് അടങ്ങിയിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. സോ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ഇംഗ്ലീഷിലാക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട പ്രത്യേകിച്ച്. സോ അങ്ങനെ നിങ്ങൾ ഒരു 15 മിനിറ്റ്സ് 4 നേരം ആക്കി അങ്ങനെ ചെയ്ത് നോക്കാം. ഒരു 3 months കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങും. വേറെ ഒന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ മണിക്കൂറുകളോളം ഒരു കാര്യം ചെയ്യേണ്ട. ജസ്റ്റ് 15 മിനിറ്റ്സ് 4 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെയൊക്കെ ഫോൺ എടുത്ത് നിങ്ങൾ ആക്ടിവിറ്റി ഒന്ന് നോക്കിക്കുക. എന്നിട്ട് പോയിട്ട് ഇൻസ്റ്റഗ്രാമിലെ നിങ്ങളുടെ ആക്ടിവിറ്റി, യൂട്യൂബിൽ നിങ്ങളുടെ ആക്ടിവിറ്റി മണിക്കൂറുകളോളാണ്. ആ മണിക്കൂറിന് മാറ്റി സമയമില്ല എന്നൊക്കെ വെറുതെ നമ്മുടെ എക്സ്ക്യൂസാണ്. സമയമില്ല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അടിപൊളി എക്സ്ക്യൂസാണ്. ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ സമയമില്ല. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് എന്താ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത, സമയമില്ല. സമയമുണ്ട്, പക്ഷെ നമ്മൾ സമയം വേണമെന്ന് കരുതി ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ പ്രയോറിറ്റി ആണ് ഇംഗ്ലീഷ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പ്രയോറിറ്റൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിന് പ്രയോറിറ്റി കൊടുത്ത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്താ, മൂന്നാമത്തെ നമ്മളുടെ പ്രശ്നമായിരുന്നു ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരാർത്തി. അതായത് നമ്മളിപ്പം ഈ റീൽസൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷം, ഷോർട്സ് ആയാലും റീൽസ് ആയാലും കണ്ടു തുടങ്ങിയതിന് ശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ, നമുക്കൊരു സിനിമ പോലും അടങ്ങിയിരുന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫിജിറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളിങ്ങനെ ഇതെന്താ തീരാത്ത സ്പീഡ് ചെയ്ത്, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൺവീനിയൻ്റ്ലി നമ്മൾ സ്പീഡാക്കി കാണും. യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ 2ലും 3ലും ഒക്കെ നമുക്കൊരു വോയിസ് പോലും ഇപ്പോൾ ഒന്നിലിട്ട് കേൾക്കാനുള്ള ക്ഷമയില്ല. ബുക്ക് വായിക്കാനുള്ള ക്ഷമയില്ല, വോയിസ് ഒന്നിലിട്ട് കേൾക്കാനുള്ള ക്ഷമയില്ല, സിനിമ മുഴുവനും വീട്ടിലിരുന്ന് സ്പീഡ് അടിക്കാതെ കാണാനുള്ള ക്ഷമയില്ല.
സോ അതൊക്കെ എന്താണ്, നമ്മൾ ബ്രെയിൻ റോട്ടാണ്. അത് എനിക്കുണ്ട്, ഞാനിപ്പോൾ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ എനിക്കുണ്ട്. സോ ഇത് ബ്രെയിൻ റോട്ട് ആവുകയാണ്. അപ്പം ഓരോ ടൈം കഴിയുന്നതോടെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ വേണം, ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണം. അപ്പോൾ അതെന്ത് ചെയ്യും, ബാക്കിയുള്ളവർ അതിന് മുതലെടുക്കും. 10 ദിവസം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം, 20 ദിവസം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ തന്നെ 10 ദിവസത്തെ കോഴ്സ് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയാം, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ 10 ദിവസത്തെ കോഴ്സ്. അല്ലാതെ 10 ദിവസം കൊണ്ട് ഒന്നും തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഫാക്ട്. സോ ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് പുറകെ പോകാതെ പ്രോപ്പർ എഫക്റ്റീവ് റിസൾട്ടിന് പുറകെ പോവുക. എഫക്റ്റീവ്നെസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻസ്റ്റൻറ്റ്നെസ്. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പോകും. ഓക്കെ, എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടുന്ന കാര്യങ്ങളോ അത് കുറേ നാളും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ പ്രോപ്പറായിട്ട് എഫക്റ്റീവ് റിസൾട്ടിന് പുറകെ പോവുക. ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടി പഠിക്കാം, 6 ദിവസം കൊണ്ട് പഠിക്കാം, മനോഹരമായിട്ടുള്ള 10 ടെക്നിക്ക് കൊണ്ട് പഠിക്കാം. അതൊക്കെ വെറുതെ ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ലോങ് ടേം. PSC പരീക്ഷ എഴുതാനും അതുപോലെ തന്നെ നീറ്റ് പോലത്തെ നെറ്റും നീറ്റും ഒക്കെ പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാനുമാണ് ഈ കോഡൊക്കെ യൂസ്ഫുൾ ആവുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സ്കില്ലാണ്. അതൊന്നും നമുക്ക് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മളോട് ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോർമുല നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ അതുകൊണ്ട് വാട്ട് യു ക്യാൻ ഡു ഇസ് എഫക്റ്റീവായിട്ടുള്ള കാര്യം, എഫക്റ്റീവായിട്ട് ലോങ് ടേം റിസൾട്ട് കിട്ടുന്ന, ക്ഷമയോടെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേം റിസൾട്ട് കിട്ടത്തുള്ളൂ. ദാറ്റ് ബീങ് സെറ്റ് നമ്മുടെ 4th പ്രോബ്ലം എന്തായിരുന്നു? സ്പീക്കിംഗ് എൻവയൺമെൻറ്റ് നമുക്കില്ല. വി ഡോണ്ട് ഹാവ് എ പ്രോപ്പർ സ്പീക്കിംഗ് എൻവയൺമെൻറ്റ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആരോട് സംസാരിക്കണം എന്നറിയില്ല. ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, അവരെന്നോട് പറയാറുണ്ട്, മിസ്സേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്, പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ കാരണം? എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത്? റിസൾട്ട് കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ യു ആർ ടോക്കിംഗ് ടു ദ റോങ് പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നതും തെറ്റായിരിക്കും, നിങ്ങൾ പറയുന്നതും തെറ്റായിരിക്കും. നിങ്ങൾ 2 സുഹൃത്തുക്കളും കൂടി ഇരുന്ന് തെറ്റ് പറഞ്ഞ് പഠിക്കും. അപ്പോൾ അതിനെന്താ ഒരു സൊല്യൂഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബേസിക് ഗ്രാമറിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ തെറ്റ് വരുന്നത് കുറേയൊക്കെ കുറയും. ടോക്ക് ടു സമ്മൺ ഹു നോസ് ബെറ്റർ ഇംഗ്ലീഷ് ദാൻ യു. നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദേ ഷുഡ് ഹാവ് ദ പേഷ്യൻസ് ടു ഹെൽപ്പ് യു. അതായത് അവർക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ബെറ്റർ വേർഡ്സ്, ബെറ്റർ ഫ്രേസസ്, ബെറ്റർ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനുമുള്ള ക്ഷമയും കഴിവും വേണം. അങ്ങനെ ഒരാളോട് വേണം സംസാരിക്കാൻ. ഇഫ് യു ഹാവ് സച്ച് എ ഫ്രണ്ട്, ദെൻ യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ. ബട്ട് ഇഫ് യു ഡോണ്ട്, ഞങ്ങളെപ്പോലത്തെ പ്രൊഫഷണൽസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ റിലേ ചെയ്യുക. അല്ലാതെ എല്ലാവരോടും, നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ 2 ഫ്രണ്ട്സ് സംസാരിക്കുന്നു, അത് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റായിരിക്കും പറയുന്നത്, നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രോപ്പർ ആവില്ല. പ്രോപ്പറായിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ അതിൽ ഫോക്കസ് ചെയ്യുക. നൗ ദ 5th പ്രോബ്ലം വാസ് നോ പ്രോപ്പർ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്. ഞാൻ ഒത്തിരി കോമൻറ്റ് വായിക്കാറുണ്ട് യൂട്യൂബിൽ. ലൈവ് എടുക്കുമ്പോഴായാലും ഇഷ്ടംപോലെ കോമൻറ്റ്സ് കാണാറുണ്ട്. ഇംഗ്ലീഷ് സിനിമ ഉണ്ടാവും, നിങ്ങൾ പഠിക്കും. ഐ ഡോണ്ട് നോ ഏത് വേൾഡിലാണ് അത് പോസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ലേൺ ഇംഗ്ലീഷ്. പക്ഷേ നമുക്കത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും. ഇപ്പോൾ എനിക്ക് തമിഴ് സിനിമ കാണുന്നതുകൊണ്ട് എനിക്ക് തമിഴ് കേട്ടാൽ എല്ലാം മനസ്സിലാവും. എന്തൊക്കെയാണ് ഒരു സിറ്റുവേഷനിൽ പറയേണ്ടതെന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷേ ദ മൊമെൻറ്റ് സമ്മൺ സ്പീക്സ് ടു മീ ഇൻ തമിഴ്, ഐ ഗോ ബ്ലാങ്ക്. കാരണം എനിക്ക് സംസാരിച്ച് പ്രാക്ടീസ് ഇല്ല. സോ പ്ലീസ് ഡോണ്ട് ലിസൺ ടു ദിസ് wannabe ടീച്ചേഴ്സ്, wannabe ഇൻഫ്ലുവൻസേഴ്സ്, wannabe കോമൻറ്റ് വാരിയേഴ്സ് ഹു സേസ് ദാറ്റ് യു ഗോ വാച്ച് ഇംഗ്ലീഷ് മൂവീസ്, യുവർ ഇംഗ്ലീഷ് വുഡ് ബി പെർഫെക്റ്റ്. അത് വർക്ക് ചെയ്യും. ഓൾറെഡി ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക്, ഓൾറെഡി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവർക്ക് ഇറ്റ് വുഡ് വർക്ക് പെർഫെക്റ്റ്ലി. അതർവൈസ് ഇറ്റ് വോണ്ട് വർക്ക്. നിങ്ങൾ കുറേ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നുണ്ടായിരിക്കാം. ഈ വീഡിയോസിൽ കാണുന്നവർ പലരും, നിങ്ങൾ കുറേ ഇംഗ്ലീഷ് മൂവീസും സീരീസും ഒക്കെ കാണുന്നില്ലേ? പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചുള്ള പ്രാക്ടീസ് ഇല്ല. അപ്പോൾ സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് റിലേ ഓൺ വൺ തിങ്. ഇംഗ്ലീഷ് സിനിമകൾ കാണണം, ഇംഗ്ലീഷ് ബുക്സ് വായിക്കണം, ബട്ട് ദാറ്റ് അലോൺ വോണ്ട് ഹെൽപ്പ് യു. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾ കാണണം, ഒപ്പം ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. എല്ലാത്തിനും ടൈം കണ്ടുപിടിക്കണം ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. 10 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് ഫോർ യു. നിങ്ങൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. സോ ദിവസവും നിങ്ങൾ കുറച്ച് സമയം, ഒരു 45 മിനിറ്റ്സ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിൽ കുറച്ച് നേരം ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക, കുറച്ച് നേരം ഇംഗ്ലീഷ് സിനിമകൾ കാണുക, അല്ലെങ്കിൽ സീരീസ് കാണുക, കുറച്ച് നേരം ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട്സും മിസ്റ്റേക്സും ഒക്കെ ക്ലിയർ ചെയ്ത് പഠിക്കുക. അല്ലാതെ ഡൗട്ട്സും മിസ്റ്റേക്കും വച്ചുകൊണ്ട് പഠിക്കരുത്. ആൻഡ് ഐ ഹവ് സീൻ മെനി സ്റ്റുഡൻസ് asking me
ഏത് ഇംഗ്ലീഷ് മൂവിയാണ് സിനിമയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ബെറ്റർ. ദർ ഇസ് നോ സച്ച് ഇംഗ്ലീഷ് മൂവി വിച്ച് ഇസ് ബെസ്റ്റ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്. അത് ഏത് ഇംഗ്ലീഷ് സിനിമയായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കുറേ കോൺവെർസേഷൻസ് കിട്ടും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്രമൊക്കെ സിനിമ, അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ റീലിന് വേണ്ടിയൊക്കെ ചെയ്യാൻ കൊള്ളാം. അല്ലാതെ അങ്ങനെ സിനിമകളൊന്നുമില്ല. കോൺവെർസേഷൻസ് കൂടുതലുള്ള സിനിമ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുക, ഇഷ്ടമുള്ള ടൈപ്പ് സിനിമകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ വേർഡ്സ് ഒത്തിരി പഠിച്ചാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമെന്ന്. ഡെഫിനറ്റ്ലി ലേണിംഗ് ന്യൂ വേർഡ്സ്, ലേണിംഗ് അഡ്വെഞ്ചറസ് വേർഡ്സ് വുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു എൻഹാൻസ് യുവർ ലാംഗ്വേജ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലരും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിക്ഷണറിയിൽ നിന്ന് 10 വാക്കുകൾ പഠിക്കുക, ദിവസം 15 വാക്കുകൾ പഠിക്കുക, അങ്ങനെ ടാർഗറ്റ് ഇട്ട് ഇംഗ്ലീഷിൽ വേർഡ്സ് പഠിക്കുന്ന കുറേ സ്റ്റുഡൻസിനെയും കുറേ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. വേർഡ്സ് 15 എണ്ണം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഈ വേർഡ്സ് കൂട്ടിച്ചേർത്ത് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അതിൽ കാര്യമില്ല. സോ യു ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് യുവർ വൊക്കാബുലറി വെൻ യു റീച്ച് എ സർട്ടൻ പോയിന്റ് ഇൻ യുവർ ഫ്ലുവൻസി ലെവൽ. അതായത് നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ല സംസാരിക്കാൻ അറിയാവുന്ന ആളുകളാണ്, നമ്മുടെ വൊക്കാബുലറി ഒന്ന് എൻഹാൻസ് ചെയ്ത് നല്ല സ്പീക്കേഴ്സ് ആവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് you can focus on your vocabulary. But other than that, ഡിക്ഷണറിയിൽ വേർഡ്സ് കാണാപ്പാടം പഠിച്ചിട്ടല്ല പുതിയ വാക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടത്. ദാറ്റ് ഓൾസോ ഹാസ് ഇറ്റ്സ് വേ. നിങ്ങളൊരു പുതിയ വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാക്ക് ഒരു ദിവസം പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വാക്കുകൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്, ഇഫ് യു ആർ പാഷനറ്റ് അബൌട്ട് ദാറ്റ്, ലേൺ one word a day. അല്ലാതെ ഡോണ്ട് ലേൺ 10 words a day. ദാറ്റ് വോണ്ട് ഹെൽപ്പ് യു. കാരണം നിങ്ങൾ ഓർത്ത് വെക്കില്ല. കം ഓൺ, യു ആർ നോട്ട് എ ഹ്യൂമൻ കമ്പ്യൂട്ടർ, യു ആർ എ ബേസിക് ഹ്യൂമൻ ബീങ്. നിങ്ങൾക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ടെങ്കിൽ മേക്ക് ഇറ്റ് 3. ഡോണ്ട് ലേൺ മോർ ദാൻ 3 words a day. യു വോണ്ട് റിമെമ്പർ ദോസ് വേർഡ്സ്. വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ലേണിംഗ് 10-15 words a day ആൻഡ് നോട്ട് റിമെമ്പറിങ് ഇറ്റ് ആൻഡ് നോട്ട് യൂസിങ് ഇറ്റ് അറ്റ് ഓൾ? നമ്മുടെ മനസ്സിൽ എത്രയോ അങ്ങനത്തെ വാക്കുകളുണ്ട് നമ്മൾ പഠിച്ചത് പക്ഷേ ഉപയോഗിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഒരു വാക്ക് പഠിക്കുക, അതിനെ വെച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുക, എഴുതുക. ഒരു 10 സെൻറ്റൻസസ് എങ്കിലും എഴുതുക. ആൻഡ് ദെൻ ട്രൈ ടീച്ചിങ് സം വൺ ദിസ് വേർഡ്, അല്ലെങ്കിൽ മിററിൽ നോക്കി ആ വേർഡ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ഇൻ യുവർ ബേസിക് മലയാളം കോൺവെർസേഷൻ ഇറ്റ് സെൽഫ്. ഫോർ എക്സാമ്പിൾ, റിലക്റ്റൻ്റ് എന്നുള്ളൊരു വാക്ക്. റിലക്റ്റൻ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ ഒരു മടുപ്പ്, ഒരു ചടപ്പ്, ഒരു കാര്യം ചെയ്യാനൊരു പിൻവലിവ്, അതിനെയൊക്കെയാണ് റിലക്റ്റൻ്റ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്ന് ഷൂട്ട് വയ്ക്കണോ നമ്മളിന്ന് എന്ന് ഞാനിപ്പം ഞങ്ങളുടെ മീഡിയ മാനേജറിനോട് സാലിയോട് പറയാണ്, ഷൂട്ട് ഇന്ന് വയ്ക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ കുറച്ച് റിലക്റ്റൻ്റ് ആണ് ഷൂട്ട് ചെയ്യാനായിട്ട്, ഞാൻ കുറച്ച് റിലക്റ്റൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് ഈ സെൻറ്റൻസ് നിങ്ങളോട് പറഞ്ഞത്, മലയാളത്തിലാണ്, പക്ഷേ ഞാൻ റിലക്റ്റൻ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഞാൻ മലയാള സെൻറ്റൻസിൽ തന്നെ റിലക്റ്റൻ്റ് മടിക്ക് പകരം യൂസ് ചെയ്യാണ് ഒരു 5-6 തവണയെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിനിൽ ആ വാക്ക് പതിയും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും വരും. സോ ലേൺ വേർഡ്സ് ഓർഗാനിക്കലി റാദർ ദാൻ കാണാതെ പഠിക്കുക. അതൊക്കെ പഴയ ടെക്നിക്കാണ്. ദാറ്റ് വി യൂസ് ടു ഡു വെൻ വി വേ കിഡ്സ്. ലൈക്ക് നമ്മുടെ പ്രായത്തിലുള്ള ഒരു കുട്ടികളായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അത് ഇന്നത്തെ കാലത്ത് നടക്കില്ല. അത് സയൻറ്റിഫിക്കലി അത് ഒരു പ്രോപ്പർ ലേണിംഗ് മെത്തേഡ് അല്ലാന്ന് പ്രൂവ് ചെയ്തതുകൊണ്ടാണ്. അത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ടും നമ്മുടെ പേജിൽ 10 words പഠിക്കാം, 20 words പഠിക്കാം, അങ്ങനെ വീഡിയോസ് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റത്തില്ല. കാരണം ബേസിക്കലി ഐ ഡോണ്ട് ബിലീവ് ഇൻ ബൈ ഹാർട്ടിങ് വേർഡ്സ്. ഐ ബിലീവ് ഇൻ ലേണിംഗ് വേർഡ്സ് ഓർഗാനിക്കലി. ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഐ ഗ്യാരണ്ടി യു ദാറ്റ് യു വിൽ ഗെറ്റ് റിസൾട്ട്. സ്ലോ ആയിരിക്കും, ബട്ട് യു വിൽ ഗെറ്റ് റിസൾട്ട്. പിന്നെ അതാണ് നമ്മുടെ അടുത്ത ഈ ഒരു ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ലേണിംഗ് മെത്തേഡ് പ്രോപ്പറായിട്ട് നമുക്കില്ല. നമ്മൾ കുറേ വേർഡ്സ് പഠിക്കുന്നു, കുറേ സിനിമ കാണുന്നു, കുറേ പാട്ട് കേൾക്കുന്നു, ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല. കുറേ ബുക്സ് വായിക്കുന്നു, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നു. ആൻഡ് ദർ ഇസ് ദിസ് മിസ്കൺസെപ്ഷൻ ദാറ്റ് ഇഫ് യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ യുവർ ഇംഗ്ലീഷ് വുഡ് ഗെറ്റ് ബെറ്റർ. ഐ ഡോണ്ട് ആക്ച്വലി റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. എനിക്ക് പൊതുവേ ഫിക്ഷനോട് താല്പര്യമുള്ള, കഥകളോടാണ് താല്പര്യം. അപ്പോൾ എനിക്ക് വായിക്കുന്ന ഇഷ്ടമല്ല ന്യൂസ് പേപ്പർ. സോ വാട്ട് ഐ ഡു ഇസ് ഐ ലിസൺ ടു ന്യൂസ്. അത് കേൾക്കാറുണ്ടെന്നല്ലാതെ വായിക്കാറില്ല. ബട്ട് ഇറ്റ് ആക്ച്വലി ഡസൻറ്റ് എഫക്ട് മീ അലോട്ട്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടം ഉണ്ടാവണം എന്നില്ല, ബുക്സ് എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടം ഉണ്ടാവണം എന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം എന്താണോ അത് വായിക്കാം. ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ഇസ് ജെനുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ന്യൂസ് പേപ്പർ, മലയാളം ന്യൂസ് പേപ്പർ പൊതുവേ വായിക്കാറുണ്ട്, എന്തെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ ദെൻ ഗോ ഫോർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. നിങ്ങൾ അതല്ല സ്പോർട്സിലാണ് കൂടുതൽ താല്പര്യം, ഫുട്ബോളിൽ ഇപ്പോൾ ഫിഫയൊക്കെ വരുന്നുണ്ട് നമുക്ക്, അതിലാണ് നമ്മുടെ കൂടുതൽ താല്പര്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സ്പോർട്സ് ന്യൂസ് പേപ്പർ വായിക്കുക, സ്പോർട്സ് മാഗസീൻസ് വായിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ വായിക്കുക. സോ അങ്ങനെ വായിക്കുക. അല്ലാതെ വെറുതെ ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇംഗ്ലീഷൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെപ്പോലെ കഥകളാണ് ഇഷ്ടം, കഥകൾ ഒത്തിരി ഇഷ്ടമാണ്, മലയാളത്തിലും കഥകൾ വായിക്കാറുണ്ടെങ്കിൽ ദെൻ യു റീഡ് ഇംഗ്ലീഷ് നോവൽസ്. ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കണം എന്നില്ല. സോ അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കുക. കഷ്ടപ്പെട്ടല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ടത്, ഇഷ്ടപ്പെട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളതും ഐ ആസ് എ പേഴ്സൺ ഫോളോ ഇറ്റ് ആസ് എ റിലീജിയൻ. കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. എഫേർട്ട് എടുക്കണം, പക്ഷെ അതിനോടൊരു പാഷനും സ്നേഹവും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
ഇറ്റ്സ് നോട്ട് ദാറ്റ് യൂസ്ഫുൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിഷ്വൽസ് കാണുമ്പോൾ നമ്മുടെ സെൻസറി ഓർഗൻസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗൻ കണ്ണാണ്. നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലേ. നമ്മളെ ഫോക്കസ് എപ്പോഴും മൂവീസ് കാണുമ്പോൾ ഇമേജസ്, കളേഴ്സ്, ലൈറ്റ്സ്, ആക്ഷൻസ് അതിലോട്ടായിരിക്കും. വി ഡോണ്ട് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ബീങ് സെഡ്. അത് പാസീവ്ലി മാത്രം. ആക്റ്റീവും ഉണ്ട് പാസീവും ഉണ്ട്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർഷ്യലി മാത്രം ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള സെൻസറി ഓർഗൻ നമ്മുടെ കണ്ണും, പാസീവായിട്ട് പാർഷ്യലി മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ, കേൾക്കേണ്ടത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. സോ അതിൽ കാര്യമുണ്ടെന്ന് ഐ പേഴ്സണലി ഡോണ്ട് തിങ്ക്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള എൻ്റെ സ്റ്റുഡൻസിന് പോഡ്കാസ്റ്റുകളാണ്. സോ ഹാവ് യു ഹേർഡ് അബൌട്ട് പോഡ്കാസ്റ്റ്? റേഡിയോ പോലെയാണ്, ആളുകൾ കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്നതായിരിക്കാം. അതാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോൺറയിലുള്ള പോഡ്കാസ്റ്റുകൾക്ക് നിങ്ങൾക്ക് കേൾക്കാം. എനിക്ക് ട്രൂ ക്രൈം സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൊലപാതകങ്ങൾ, സീരിയൽ കില്ലിങ്, അങ്ങനെ കാര്യങ്ങൾ കേൾക്കാനും, അതെങ്ങനെയാണ് ആ ക്രൈം സോൾവ് ചെയ്തതെന്ന് കേൾക്കാനും, അങ്ങനെയാണ് ആ കൊലയാളിയെ പിടിച്ചത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു, അയാളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അയാളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇഫ് യു ആർ ലൈക്ക് മീ, ട്രൂ ക്രൈം പോഡ്കാസ്റ്റുകൾ ഇംഗ്ലീഷിൽ ഒത്തിരി അവൈലബിൾ ആണ്. ലിസൺ ടു ദാറ്റ്. ഇതല്ല, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ ഫിഫ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോഡ്കാസ്റ്റുകൾ കിട്ടും. നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഫുഡിനെ പറ്റിയിട്ടുള്ള ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകളുണ്ട്, അത് കാണാം. സോ കാണാനല്ല, കേൾക്കുക. അപ്പോൾ ഇങ്ങനെ ലിസൺ ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ലിസൺ ചെയ്യുക. ലിസൺ ചെയ്യുമ്പോൾ, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് റിസൾട്ട്സ് വന്നു തുടങ്ങും. നമുക്ക് വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് എങ്ങനെയാണ് ഓരോ വാക്ക് ഉച്ചരിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ സിനിമ കാണുന്നത് നിർത്തിയിട്ട് ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഗോ വാച്ച് മൂവീസ്. അല്ലാതെ ഇംഗ്ലീഷ് കാണാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് സിനിമ കാണാതിരിക്കുക. സ്റ്റാർട്ട് ലിസണിങ് ടു പോഡ്കാസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ മലയാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കാരണവും അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസും. സോ പ്ലീസ് ട്രൈ ഔട്ട് ദീസ് സൊല്യൂഷൻസ്. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിൽ ഒരിടത്ത് പോലും ഞാനൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യമോ പൈസ അടയ്ക്കുന്ന കാര്യമോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ആയാലും എന്തിലായാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്ലീസ് ഡു ട്രൈ ദിസ്. ആൻഡ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് തോന്നുവാണെങ്കിൽ എന്നെ അറിയിക്കുക, കോമൻറ്റ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് കേൾക്കാനെങ്കിൽ പ്ലീസ് ഡു കോമൻറ്റ് ദാറ്റ്. എനിക്ക് കോമൻറ്റ് ചെയ്ത് അയയ്ക്കുക. ഇങ്ങനത്തെ വീഡിയോസ് ചെയ്താൽ നന്നായിരിക്കും. സജഷൻസ് ഉണ്ടെങ്കിൽ അയയ്ക്കുക. ഐ എം മോർ ദാൻ ഹാപ്പി ടു ഗെറ്റ് യുവർ സജഷൻസ്. ഐ എം മോർ ദാൻ ഹാപ്പി ടു വർക്ക് ഓൺ മൈസെൽഫ്. അപ്പോൾ എനിക്ക് കുറേയേറെ DMs വരുന്നുണ്ട് സജഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. സോ പ്ലീസ് ഡോണ്ട് വെറി അബൌട്ട് ആസ്കിങ് മീ. ഇംഗ്ലീഷ് മിത്രയുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ please make sure that you follow our channel, subscribe our channel, and share this video with people who are interested to learn in English and are struggling with their language. Appo that's all for today. This is Revathi Krishnan signing off from English Mitra. Have a pleasant day. English Mitra. Stop worrying, start learning.